ചില പ്രോബ്ലംസ് നമ്മൾ ഡെസ്പറേറ്റ്ലി ഹോണ്ട് എന്ന് പറയും. അതുപോലെ ഹോണ്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു കുട്ടികളുടെ ഈ ഫൗണ്ടേഷൻ ലാക്ക് ചെയ്യാന്ന് പറയുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾ. സ്കിൽ ഉണ്ടായിട്ട് മോണിറ്റൈസ് ചെയ്യാണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സ്റ്റാർട്ടപ്പിലോട്ട് എങ്ങനെ കൊണ്ടുപോകണം, അത് എന്ത് ചെയ്യണം എന്നറിയാത്ത കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ട്. അവരോട് എന്ത് ഉപദേശിക്കുന്നുണ്ട്? കാരണം അങ്ങനെ ചെയ്ത ഒരാളെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ സ്കില്ലായിരുന്നില്ല പ്രൈമറി റീസൺ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അത് എന്റെ ഓഡിയൻസ് ഉണ്ട്, അതായത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ്. ആ ഓഡിയൻസിന് ഞാൻ കുറച്ച് പ്രോബ്ലംസ് കാണും. ആ പ്രോബ്ലംസ് എനിക്ക് എന്റെ പ്രോബ്ലം ആയിട്ട് തോന്നുന്നു. അത് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു, ഞാൻ ഡെസ്പറേറ്റ് ആവുന്നു. അപ്പൊ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു കുട്ടികളെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ കുട്ടികൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. കുറച്ച് കുട്ടികളിൽ നമ്മൾ ഇമ്പാക്ട് കാണുന്നു, ആ ഇമ്പാക്ട് നമുക്ക് മോട്ടിവേഷൻ വരുന്നു. ഇത് നമ്മൾ കൂടുതൽ കുട്ടികളിലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്യാനും വേണ്ടി പോകുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു സംരംഭം ജനിക്കുന്നത്. അതായത് ഒരു പ്രോബ്ലം, ആ സൊല്യൂഷൻ, പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ മാപ്പ് ചെയ്യുന്നു, ഇതിന് നമ്മൾ ഇമ്പാക്ട് ഉണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യും. ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേൺ ആണ് നമ്മൾ സ്കെയിൽ ചെയ്തിട്ട്, ഈ പാറ്റേണിനെയാണ് നമ്മൾ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്.